ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റെസിപ്പീസ് ബൈ രേവതിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു 4 മണി പലഹാരത്തിന്റെ റെസിപ്പിയുമായിട്ടാണ്. ചായ തിളക്കുമ്പോഴേക്കും നമ്മളുടെ പലഹാരവും റെഡിയായി കിട്ടിക്കോളും. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന എല്ലാവരുടെ വീട്ടിലും സാധാരണഗതിയിലുള്ള കുറച്ച് ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഈ ഒരു പലഹാരം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഗോതമ്പ് പൊടി ഉപയോഗിച്ചാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് അളവ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി നല്ല കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം മൈദ ഉപയോഗിച്ചും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തതും അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പച്ചക്കറി നിങ്ങൾക്ക് ഇഷ്ടാനുസരണം മാറ്റാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറി ഉപയോഗിച്ചാൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ചില്ലി ഫ്ലേക്സ് ആണ്. ഞാനിവിടെ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയും അല്ലെങ്കിൽ ഗരം മസാല ചേർത്താലും മതി. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് മുട്ടയാണ്. ഞാനിപ്പോൾ ഇവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ട കൂടി വരുമ്പോൾ നമ്മളുടെ ഈ ഒരു പലഹാരത്തിന് നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ നല്ല സ്പോഞ്ചി ആയിട്ടും കിട്ടും. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഒരു കുഴഞ്ഞ രീതിക്കുള്ള കൂട്ടാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. എനിക്കിപ്പോൾ ആ ഒരു മുട്ടയുടെ ആ ഒരു പറ്റും, അതുപോലെ തന്നെ നമ്മുടെ വെജിറ്റബിൾസിന് ചെറുതായിട്ട് വെള്ളം ഇറങ്ങി വരും. ആ ഒരു പറ്റിൽ തന്നെ നമ്മുടെ കൂട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമുക്ക് കൂട്ട് വേണ്ടത്. ഇനി ഞാനിപ്പോൾ ഇവിടെ എണ്ണ കുറച്ച് ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായതിനു ശേഷം കയ്യിൽ ഒരല്പം വെള്ളം തടവിയിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാം. കയ്യിൽ വെള്ളം തടവി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ വെള്ളം ഒന്ന് ആക്കി കൊടുത്താൽ മാത്രം മതി. നമുക്ക് ഉരുട്ടിയെടുക്കുമ്പോൾ കയ്യിൽ പറ്റി പിടിക്കൊന്നുമില്ല. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായതിനു ശേഷം വേണം നമ്മൾ ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ പുറം മാത്രമേ വെന്ത് വരികയുള്ളൂ, ഉള്ളടക്കം നന്നായിട്ട് വെന്ത് വരില്ല. അപ്പോൾ അതാ ഈ ഒരു രീതിക്ക് ഞാനിപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്തൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് നമ്മളിത് വേവിച്ചെടുക്കേണ്ടത്. ഈ ഒരു പലഹാരം ഞാനിപ്പോൾ ഗോതമ്പ് പൊടി ഉപയോഗിച്ചാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഗോതമ്പ് പൊടിക്ക് പകരം മൈദ ഉപയോഗിച്ചും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ അതാ ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പലഹാരമാണ്. ഈ ഒരു പലഹാരം ഉണ്ടാക്കാനായിട്ട് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ട ആവശ്യമോ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമോ ഒന്നും തന്നെ ഇല്ല. എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിലുള്ള കുറച്ച് ചേരുവകൾ കൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. പച്ചക്കറിയും മുട്ടയും ഒക്കെ ചേർത്തിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു പലഹാരം പുറമേ ഒരല്പം മുരിഞ്ഞിരിക്കും, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു പലഹാരം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് കമന്റ് ബോക്സ് വഴി അറിയിക്കാൻ വേണ്ടി മറക്കരുത്. വേറെയും കുറേ സ്നാക്സിന്റെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാൻ വേണ്ടി പറ്റും. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.